എത്രയോ സെക്കൻഡുകള്, എത്രയോ മണിക്കൂറുകൾ എന്റെ പ്രിയമുള്ളവര് നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ, അള്ളാഹു തരുന്നുണ്ടല്ലോ. ആ സമയങ്ങൾ മുഴുവനും അതാ അള്ളാനെ ഓർക്കണമല്ലോ. ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങളോട് ഒരു സഹാബി കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഖൈറുണ്ടല്ലോ, ഏതാണ് നബിയേ? മഹാനാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുകയാ, ദിക്റുല്ലാഹ്, അല്ലാഹുവിനെ സ്മരിക്കലാ, ദിക്റ് ചൊല്ലലാ, അല്ലാഹുവിനെ ഓർക്കലാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, എത്രയോ സഹോദരങ്ങള് പടച്ചവനെ സമയങ്ങൾ കിട്ടുമ്പോ ഫനാ പറയുന്നവരോട് പറയുകയാ, ഫസാദ് പറയുന്നവരോട് പറയുകയാ, നമീമത്ത് പറയുന്നവരോട് പറയുകയാ, ഏഷൻ പറയുന്നവരോട് പറയുകയാ, ഒരു ദിവസം കടന്നു വരാനുണ്ട്, ഒരു ദിവസം കടന്നു വരാനുണ്ട്. ഇന്ന് രാത്രി എങ്ങാനും വിട പറഞ്ഞു പോയാൽ പടച്ചവനെ ഏഷന് പറയുന്ന പെങ്ങളെ, ഫിത്ന പറയുന്ന പെങ്ങളെ, കല്യാണം മുടക്കുന്ന പെങ്ങളെ, ഒരു ദിവസം കടന്നു വരാനുണ്ട് പെങ്ങളെ. അസ്റായിലും കടന്നു വന്ന് റൂഹ് പിടിച്ചാൽ ഞാനും നിങ്ങളും അതാ വിട പറയുകയാ, മരിക്കുകയാ. നമ്മളതാ മരിച്ചു കഴിഞ്ഞാൽ അഴിത്തല പള്ളിയിലെ മുഅദ്ദിൻ ഉസ്താദ് ഉണ്ടല്ലോ, മിനാരത്തിലൂടെ എന്റെ പ്രിയമുള്ളവരെ വിളിച്ചു പറയുകയാ, ഇന്നാ ലില്ലാഹ്, ഇന്ന ആള് മരിച്ചിട്ടുണ്ട്, ഇന്ന ആള് വിട പറഞ്ഞിട്ടുണ്ട്, ഇന്ന ആള് വഫാത്തായിട്ടുണ്ട്, ആശിഖ് ദാരിമി മരിച്ചിട്ടുണ്ട്, ഇന്ന ഉസ്താദ് വിട പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഉമറാ വിട പറഞ്ഞിട്ടുണ്ട് എന്നതാ വിളിച്ചു പറയുകയാ. ജനാസയുടെ ചാരത്തേക്ക് സർവരും അതാ കടന്നു വരികയാ, ഉസ്താദന്മാരെ കടന്നു വരികയാ, കൂടപ്പറപ്പീങ്ങളെ കടന്നു വരികയാ, അയൽവാസികള് കടന്നു വരികയാ, ബന്ധുമിത്രാദികള് കടന്നു വരികയാ, വിദേശത്തുള്ളവരെ കടന്നു വരികയാ. സർവരും അതാ ജനാസയുടെ ചാരത്തേക്ക് എന്റെ പ്രിയമുള്ളവരെ ഓടി വരികയാ. ആരോ വന്ന് പടച്ചവനെ മയ്യത്ത് കുളിപ്പിക്കുകയാ, ആരോ വന്ന് പടച്ചവനെ വുളുവെടുപ്പിക്കുകയാ, ആരോ വന്ന് കഫം പടവയിൽ പൊതിയുകയാ, ആരോ വന്ന് അത്തറ് പൂശുകയാ. ജനാസയുടെ പ്രിയമുള്ളവരെ വീടിന്റെ ഉമ്മറ പടിയിലേക്ക് കൊണ്ടുവരികയാ. ഇവിടെ ഇരിക്കുന്ന ഖതീബ് ഉസ്താദ് ഉണ്ടല്ലോ, ജനാസയുടെ ചാരത്തേക്ക് കടന്നു വരികയാ. നമ്മൾക്ക് വേണ്ടിയതാ ഈ ഉസ്താദിന്റെ പ്രിയമുള്ളവരെ ദുആ ചെയ്യുകയാ. ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങളോട് ആയിഷ ബീവി കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, ഒരു മയ്യത്തിനുണ്ടല്ലോ ഏറ്റവും കൂടുതൽ വേദന എടുക്കുന്ന സമയമുണ്ടല്ലോ, എപ്പോഴാണ് നബിയേ? മഹാനാകുന്ന നബി തങ്ങളതാ പറയുകയാ, ആയിഷ, ഒരു ജനാസക്ക് ഏറ്റവും കൂടുതൽ വേദന എടുക്കുന്ന സമയമുണ്ടല്ലോ, എപ്പോഴെന്നറിയോ? ആയിഷ, ഒരു ജനാസോ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകോ, വീടിന്റെ ഉമ്മറപ്പടിയിലൂടെ ഇറക്കുമ്പോ ഒരു ജനാസക്കും അതാ താങ്ങാൻ കഴിയൂല. ആയിഷ, അല്ലാഹുവേ, ഈ ബാലുള്ള മരണം തരടേ അല്ലോ. ആശിഖ് ദാരിമി മരിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജനാസയുണ്ടല്ലോ പടച്ചവരെ വീടിന്റെ ഉമ്മറപ്പടിയിൽ കൊണ്ടുവെക്കുകയാ. ഉസ്താദന്മാര് കടന്നു വരികയാ. ആലപ്പുഴ ജില്ലയിലോ പടച്ചവനെ പുന്നപ്പുറയിൽ എന്റെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളറയിലോ എന്റെ ജനാസയതാ കൊണ്ടുവെക്കുകയാ. ജനാസ ഇങ്ങനെ എടുക്കുമ്പോ ആലപ്പുഴയിൽ കുറവന്തോടുള്ളോ മുസ്ലിം ജമാഅത്തിലേക്ക് എന്റെ ജനാസയുണ്ടല്ലോ കൊണ്ടുപോകാൻ പടച്ചവനെ ജനാസ ഇറക്കുമ്പോ എന്റെ ഭാര്യ കരയുകയാ, എന്റെ വാപ്പ കരയുകയാ, എന്റെ ഉമ്മ കരയുകയാ, കൂടപ്പറപ്പിനെ പോലെ കൂടെ വന്ന സഹോദരങ്ങൾ കരയുകയാ, സംഘാടകര് കരയുകയാ. എല്ലാവരും അതാ കരയുമ്പോ ഒരു ജനാസക്കും അതാ താങ്ങാൻ കഴിയൂല. ആയിഷ, പടച്ചവരെ എല്ലാവരും കരയുമ്പോ ചിരിക്കുന്ന ജനാസയാക്കടേ അല്ലോ.
ജനാസയുടെ പ്രിയമുള്ളവരെ അവിടെ നിന്ന് ആ പള്ളിയിലേക്ക് കൊണ്ടു ചെല്ലുകയാ. ഇന്ന് വരെ പള്ളി കാണാത്തവനെ നിങ്ങളുടെ ജനാസയുണ്ടല്ലോ, പടച്ചവന്റെ പള്ളിയിലേക്ക് കൊണ്ടു ചെല്ലുകയാ. അവിടെ നിന്നതാ ആരോ മയ്യത്ത് നിസ്കരിക്കുകയാ, ആരോ കഫം പുടവയിൽ പൊതിയുകയാ, ആരോ കടബാധ്യതകൾ ഏറ്റെടുക്കുകയാ. അവിടെ നിന്ന് കൊണ്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുകയാ, അഴിത്തലയിലെ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോവുകയാ. അതുകൊണ്ടാണ് തടവ ഉസ്താദ് പാടി പറയുന്നത്, ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരോ മളമാ സുബ്ഹാനാ, റബ്ബി അതിൽ കിടക്കേണ്ടതാ നസുമാനാ. ഖബറെന്ന് പറയുമ്പോ, ഖബറെന്ന് കേൾക്കുമ്പോ, ഖബറിന്റെ വീഡിയോ കാണുമ്പോ, ഖബറെന്ന് എഴുതി കാണിക്കുമ്പോ അറിയാതെ കരയണം വാപ്പാ, അറിയാതെ കരയണം ഉമ്മ. ഖബറിൽ എന്റെ പ്രിയമുള്ളവരെ പാമ്പുണ്ടല്ലോ, പാമ്പുള്ള ഖബറാണല്ലോ, തേലുള്ള ഖബറാണല്ലോ, ഞെരുക്കമുള്ള ഖബറാണല്ലോ, ഇടുക്കമുള്ള ഖബറാണല്ലോ, പാമ്പുകളുള്ള ഖബറാണല്ലോ, അദാബുകളുള്ള ഖബറാണല്ലോ. പടച്ചവനെ ഖബറിലേക്ക് മൂടുപലക വെക്കുകയാ, മണ്ണിങ്ങനെ വാരിയിടുകയാ. എല്ലാവരും അതാ പിരിയുമ്പോ മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടല്ലോ, കടന്നു വരികയാ. അല്ലാഹ് അവിടെ നിന്ന് കണ്ട് പടച്ചവന്റെ പരലോകത്തിലേക്ക് കടന്നു പോകുകയാ. രണ്ടാമത്തെ ഊതൂതി കഴിയുമ്പോ പടച്ചവന്റെ പരലോകത്തിലേക്ക് കടന്നു ചെല്ലുകയാ. ചെമ്പിന്റെ തറയാണല്ലോ, കിലോമീറ്റർ കണക്കാണ് ദൂരെ നിൽക്കുന്ന സൂര്യനുണ്ടല്ലോ, അതിന്റെ ചുവട്ടിൽ ഇങ്ങനെ നിന്നുകൊണ്ട് പേടിക്കുകയാ. പടച്ചവനെ, സ്വർഗമാണോ നരകമാണോ അദാബാണോ ഹൗദുൽ കൗസറാണോ, നന്മയുടെ പ്രതിഫലമാണോ തിന്മയുടെ പ്രതിഫലമാണോ എന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ചുകൊണ്ട് വിറങ്ങലിക്കുമ്പോ, തിന്മകൾ ചെയ്തവരെ, നിമീമത്ത് പറഞ്ഞവരെ, ഏഷണി പറഞ്ഞവരെ, കല്യാണങ്ങൾ മുടക്കിയവരെ, നഊദു ബില്ലാഹ്, അവനെ അതാ അല്ലാഹ് പറയുകയാ തീജ്വാലയുള്ള നരകത്തിലേക്ക് വലിച്ചെറിയാ. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരെങ്കിലും ഒരാൾ അല്ലാഹനെ ഓർത്തു കഴിഞ്ഞാൽ, ആരെങ്കിലും ഒരാൾ അല്ലാഹനെ ഓർത്തു കഴിഞ്ഞാൽ അവർ ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കുന്ന നബിയിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം